കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നാരായിട്ടാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ ഇരിക്കണതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ആദ്യം തന്നെ ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിലുള്ള, അതായത് കിഴക്കേ നടയിലുള്ള വിഘ്നേശ്വരൻ്റെ അടുത്ത് പോയിട്ട് വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ച് തൊഴുതാനുവാദമൊക്കെ വാങ്ങിയിട്ട് നമുക്കിങ്ങോട്ട് പോരാം. അങ്ങനെ നമ്മൾ നേരെ ഗോപുരവാതിലൊക്കെ കഴിഞ്ഞ് നേരെ അകത്തോട്ട് വരികയാണ്. ഇന്നിപ്പോൾ രാവിലെ ഞായറാഴ്ചയാണ്. രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ്. കൊടിമരം വഴി തന്നെയാണ് മിക്കവാറും വിട്ടുകൊണ്ടിരിക്കുന്നത്. 5 മണിക്കും 6 മണിക്കൊക്കെ ഏകദേശം അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോൾ അടയ്ക്കാറാവുന്ന അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. ഭക്തജനങ്ങൾ ഇഷ്ടം പോലെയാണ്, ധാരാളമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കിയിട്ട് തൊഴാൻ പോവുക. നമ്മളവിടെ ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറിയിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ കാണുകയാണ്. ആ നെയ്വിളക്കിൻ്റെ പ്രകാശമാണ്, ആകെ പരന്ന് നിൽക്കുകയാണ്. അവിടെ എന്തൊരു സൂചി ഇട്ടാൽ പോലും കാണുന്ന അത്രയും ആ പ്രകാശത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇടതുവശത്തെ മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി, നാരായണീ എഴുതിയ അവിടെ ഇരുന്ന് എഴുതിയ അവിടേക്ക് നോക്കിയിട്ടൊന്ന് അദ്ദേഹത്തെ സ്മരിക്കുക. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ദർശനം, നരസിംഹാവതാര ദർശനം കാണിച്ചു കൊടുത്ത ആദ്യത്തെ തൂണ് നോക്കിയിട്ട് തൊഴുക വലതുവശത്ത്. എന്നിട്ട് അങ്ങനെ വലതുവശത്ത് കൂടെ തന്നെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാലിങ്ങനെ കാണാനുണ്ട്. വായയിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ കാലിൻ്റെ വിരലിങ്ങനെ പിടിച്ച് ആ വിരൽ നുണയുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് ഇന്നത്തെ ശ്രീലകത്തെ ഭക്തരെ നോക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു അവതരണമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. കാലുമ്പിലെ ആ കാൽവളകൾ കാണുന്നു, കൈവളകൾ കാണുന്നു, തോൾവളകളുണ്ട്. പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്, പീലി ഇങ്ങനെ കളവം കൊണ്ടിട്ടുണ്ട്. നന്നായിട്ടുള്ളൊരു, അധികം വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിൽ കൂടി ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ, അതായത് ദൂരെ നിന്ന് പോലും കണ്ടാൽ മനസ്സിലാവുന്ന പോലെയാണ് ഇന്നത്തെ കളഭാലങ്കാരം. കൂടുതലൊന്നുമില്ല, എന്നാൽ കുറവല്ല താനും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇന്ന് പഞ്ചഗവ്യ ആടലും ഉച്ചപൂജയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചപൂജയൊക്കെ നടത്തിയത് നമ്മുടെ മുൻ മേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥോദിക്കനാണ്. ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പഴയം സതീശോദിക്കനാണ്. ഇന്നിപ്പോൾ കാലിൻ്റെ പെരുവിരൽ നുണയുന്ന പൊന്നുണ്ണിക്കണ്ണനെ അങ്ങോട്ട് ചാർത്തിയിട്ടുള്ളതേ കളഭം കൊണ്ട്. വളരെ രസമായിട്ടുള്ള ആ ഒരു ചാർത്താണ്. ആകെ ഒരു മാല മാത്രമാണ്, വലിയൊരു മാല, 4 വലിയ അങ്ങനെ വട്ടത്തിലുള്ള മാല. വെളുത്ത പൂവും ചുവന്ന പൂവും തുളസിയും കൂടിയുള്ള ഒറ്റ മാലയാണ്. അതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ആ വട്ടത്തിൽ റൗണ്ടിലിട്ടിട്ടുണ്ട്. പിന്നെ മുകളിലൊരു 2-4 തുളസിയും തെച്ചിയായിട്ടുള്ള മാല ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അധികം അലങ്കാരികമൊന്നുമില്ല, എന്നാൽ കാണാൻ നല്ല ഇടുപ്പായിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി നിൽക്കുന്നത്. ശരിക്കും ആ കാല് നുണയുന്ന അതൊരു രസം, കുസൃതിയിലുള്ള ആ ഒരു അതാണ്. എന്താ പറയുക, ഒന്നും കഴിക്കാൻ കിട്ടിയില്ല എന്നുള്ള അവസ്ഥയിലാണ്. നേദ്യമൊക്കെ കൊടുത്തു, അതൊന്നും എവിടെയെന്ന് അറിയില്ല എന്നാണ് തോന്നുന്നത്. ഒന്നും കിട്ടിയില്ല എന്നാണ് പറയണത്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുക, ഗുരുവായൂരപ്പൻ്റെ പൊന്നുണ്ണീനെ കണ്ട് തൊഴുക. അങ്ങനെ ആ സോപാനപ്പടിയിലുള്ള അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള അഗ്നി തൂവുന്ന ബലി തർപ്പണമൊക്കെ ചെയ്യുന്ന അവിടെ കണ്ട് തൊഴാം. നേരെ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് ഗണപതി ഹോമമൊക്കെ നടത്തുന്ന, ഭഗവാന് നേദ്യമൊക്കെ തയ്യാറാക്കുന്ന അവിടെ കണ്ടു തൊഴാം.
അത് കഴിഞ്ഞാൽ നേരെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുതിങ്ങനെ വിഘ്നേശ്വരനെ കാണാം. വിഘ്നേശ്വരൻ്റെ അവിടെയാണ് കയറി പറ്റണമെങ്കിൽ നല്ല തിരക്കാണ്. കാരണം അവിടുന്ന് ഇങ്ങോട്ട് വിടുന്നത് മുഴുവൻ ഏകാന്തമായിട്ടാണ് വിടുന്നത്. കൊടിമരം വഴി ഇങ്ങോട്ട് വിടുക കാരണം നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ ആ വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. വിഘ്നേശ്വരനെ ഈ പറഞ്ഞ മാതിരി അധികം മേക്കപ്പൊന്നും ഇല്ലെന്ന്, അലങ്കാരമൊന്നും അധികമില്ല. 2-3 സ്വർണ്ണ വട്ടപ്പൊട്ടുകളുണ്ട്, പിന്നെ പഴമുണ്ട്, പിന്നെ അതേപോലെ മാലകളുണ്ട്. അത്രയേ ഉള്ളൂ. മുഴുവനായിട്ട് മൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഗണപതിയെ കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അവിടെ തൊട്ടിട്ട് തിരിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. സരസ്വതി ദേവിക്ക് രാവിലെ ചാർത്തിയ മാലയതുകൊണ്ട് ഒരു മാല മാത്രമേ ഉള്ളൂ, തുളസി മാല. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ആ വിഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ കണ്ടുവരാം. ആ ചെറിയ ഗണപതിയുടെ വിഗ്രഹം കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, അങ്ങനെ അത് കാണാം. പിന്നെ മേൽശാന്തിര അവിടെ ശ്രീനാഥ ഓദിക്കനുണ്ട്, അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ വരുമ്പോൾ പുറകു വശത്തായിട്ട് അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. മുൻവശത്ത് പറയാൻ കഴിയാത്തതൊക്കെ പുറകു വശത്ത് വന്ന് പറയാം. എവിടെ പറഞ്ഞാലും ഗുരുവായൂരപ്പൻ കേൾക്കുകയും. അപ്പം അങ്ങനെ കണ്ടു തൊഴുത് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ അനന്ത പത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അവിടെ നിറയെ മാലുണ്ട്. പക്ഷെ ചൂട് കാരണമൊക്കെ ഒന്നിങ്ങനെ എന്താ പറയുക, നിർജ്ജലീകരണം സംഭവിച്ച മാതിരിയാണ്, ശോഷിച്ച മാതിരിയുണ്ട്. എന്തായാലും കാണാൻ രസമാണ്. വെളുത്ത പൂവുണ്ട്, പിന്നെ തുളസിയുണ്ട്, അങ്ങനെ മാലയുണ്ട്. പിന്നെ അങ്ങനെ തൊഴുത് ദശാവതാരത്തിലെ ബാക്കി രൂപങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കണ്ണനെയും കണ്ട് ഇങ്ങനെ വരാം. മുരുകനെ കണ്ടു തൊഴാം. ആ കോണിലാണ് മുരുകൻ. അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം. ഇന്നൊരു മാല പോലും ഇല്ല, ഒരു ലേശം കുങ്കുമം മാത്രമേ ഉള്ളൂന്ന്. തിരക്ക് ഇത്രയൊക്കെ ഉണ്ട്, പക്ഷെ മാലയൊന്നും ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ അവിടെയും കണ്ട് തൊഴുത് കൃഷ്ണനും രാധയൊക്കെ നിൽക്കണ അവിടെയൊക്കെ കണ്ടിങ്ങനെ രുക്മിണി ആയിട്ടുള്ള രാധാകൃഷ്ണന്മാരെയൊക്കെ കണ്ടിങ്ങനെ വന്ന് ആ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കിടന്ന നമ്മളെ താമരക്കണ്ണനെ കണ്ടു തൊഴാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. ആ മണിക്കിണർ കണ്ടു തൊഴാം. അത് കഴിഞ്ഞാൽ നമ്മളെ കണ്ണൻ നൃത്തം ചെയ്യുന്ന നൃത്താറയിലേക്ക് നോക്കിയിട്ട് തൊഴാം. അങ്ങനെ വരുന്ന ഇതിൽ വീണ്ടും കുറൂരമ്മയുടെ അവിടെ നാരദരിയൊക്കെ കണ്ട് ഇങ്ങനെ വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദവും തീർത്തൊക്കെ വാങ്ങിയിട്ട് ചന്ദനമൊക്കെ വാങ്ങാം. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് വരാം. ഭഗവതി ഇടത്തരികത്ത് കാവിൽ അമ്മയുടെ അടുത്തേക്ക് വന്ന് ഭഗവതിയെ കണ്ടു തൊഴാം. അങ്ങനെ വരുമ്പോൾ ഭഗവതിയിൽ നിന്ന് നിറയെ ആ ഗോളയ്ക്കൊക്കെ ഇറക്കിയിട്ടാണ്. നല്ല നന്നായിട്ടുണ്ട്. അങ്ങനെ മഞ്ഞ പട്ടും ചുവപ്പ് പട്ടുമൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് നിറയെ മാലകളൊക്കെ ഉണ്ട് ഭഗവതിക്ക്. അങ്ങനെ അമ്മേ നാരായണ സർവമംഗളം മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ആ കോർണറിൽ പോയിട്ട് മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനോട് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരാം. ഇന്നപ്പോൾ ആ തുലാഭാരത്തിൻ്റെ അധ്യയനമുള്ള ആ ചെറിയ വഴി കൂടെ ഉള്ളൂ, നേരെ വരാൻ വയ്ക്കില്ല. അപ്പോൾ അവിടെ വന്നിട്ട് വരുന്ന വഴിയിൽ കൊടിമരത്തു നിന്ന് ഒരു കൂടി നമ്മുടെ പൊന്നുണ്ണിയെ കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ കൂത്തമ്പലത്തിൽ വന്ന് തൊഴാം. അവിടെ വന്ന് തൊഴുത് നേരെ അയ്യപ്പൻ്റെ അവിടേക്ക് വരാം. അയ്യപ്പൻ്റെ അവിടെ നിന്ന് ആ ഗോളകയൊക്കെ ഇറക്കിയിട്ട് ആ കിരീടമൊക്കെ ഉണ്ട്. കിരീടമൊക്കെ വെച്ചിട്ടിരിക്കുന്ന അയ്യപ്പനാണ്. ആ പട്ടുമുണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പനെ കണ്ട് തൊഴുതൊന്ന് പ്രദക്ഷിണം വെച്ച് നേരെ ഇങ്ങനെ വരുമ്പോൾ ആ പടിഞ്ഞാറ് നടയിൽ വന്ന് ആ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിലെ വേണുഗോപാലിനെയൊക്കെ കണ്ട് തൊഴുത്
ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ നമ്മളെല്ലാവരും കണ്ടു എന്നുള്ള ആ സംതൃപ്തി അങ്ങോട്ട് ഉണ്ടാവട്ടെ മനസ്സിലേക്ക്. നമ്മളൊക്കെ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ നിന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചാർത്തിയ കളമ്പം കൊണ്ടുള്ള അലങ്കാരമായ ഉണ്ണിക്കണ്ണൻ കാൽവിരലിൽ നുണയുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടു എന്ന് മനസ്സിൽ കരുതുക. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.